നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ സത്യമാണോ? ആണെങ്കിൽ ഇവിടെ എത്തിയ ജസ്ന പിന്നീട് എവിടേക്ക് പോയി? ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് ലോഡ്ജിലാണ്. ആ ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം CBI എത്തുകയും ഉടമയെ അടക്കം ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. 102-ാം മുറിയിൽ ജസ്നയെ കണ്ടു എന്നാണ് മുൻ ജീവനക്കാരിയും പറയുന്നത്. എന്തായാലും എവിടേക്കാണ് ജസ്ന ഇതിനുശേഷം പോയത് എന്ന് CBI സംഘം അന്വേഷിക്കുകയാണ്. ജീവനക്കാരിയെയും ലോഡ്ജ് ഉടമയെയും CBI സംഘം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. 3 വർഷം മുൻപ് ഇതേ വെളിപ്പെടുത്തൽ ജസ്ന കേസിൽ അന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തോടും ലോഡ്ജിലെ മുൻ ജീവനക്കാരി നടത്തിയിരുന്നു. അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ലോഡ്ജിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ലോഡ്ജിലും പരിസരങ്ങളിലും 2018-ൽ CCTV ക്യാമറകൾ കുറവായിരുന്നു. അതിനാൽ അന്വേഷണത്തിന് സഹായകമായ CCTV ദൃശ്യങ്ങളൊന്നും ലഭിച്ചതുമില്ല. കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ BCom 2-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ കൊല്ലമുളയിൽ വീട്ടിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് കാണാതായത്. എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം ബസ്സിൽ കയറിയതായി പോലീസ് കണ്ടെത്തി. അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം ഊഹാപോഹങ്ങളും വെളിപ്പെടുത്തലുകളും ആശങ്കകളും ഒക്കെയായി 6 വർഷം പിന്നിടുകയാണ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അത് കഴിഞ്ഞ് CBIയും അന്വേഷിച്ച കേസാണ് വീണ്ടും ചർച്ചയാകുന്നത്. ജസ്ന 102-ാം നമ്പർ മുറിയിൽ എത്തിയോ എന്നാണ് അവശേഷിക്കുന്ന ചോദ്യം. മുണ്ടക്കയം ടൗണിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ലോഡ്ജ്, വ്യാപാര സ്ഥാപനങ്ങൾ ഇരുവശവും നിറഞ്ഞ ചെറിയ ഇടനാഴി കടന്നാലേ ഈ സ്ഥാപനത്തിൽ എത്താൻ കഴിയൂ. ഇവിടെ നിന്നും പടി കയറി 2-ാം നിലയിലെ 102-ാം നമ്പർ മുറിയിലെത്താം. മുറിക്ക് പുറത്ത് ജസ്നയോട് രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത്. പെൺകുട്ടി ചിരിച്ചപ്പോൾ പല്ലുകൾ കമ്പിയിട്ടിരുന്നത് വ്യക്തമായി കണ്ടെന്നും പിന്നീട് പത്രത്തിൽ ജസ്നയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നുമായിരുന്നു മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ലോഡ്ജിലെ ജോലിയിൽ നിന്ന് ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടതിലെ പക തീർക്കാൻ നുണപ്രചാരണം നടത്തുകയാണ് എന്നും ലോഡ്ജ് ഉടമ പറയുന്നു. ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയതിന് പിന്നിൽ ലോഡ്ജ് ഉടമയുമായുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണോ എന്ന ചോദ്യവും മറുവശത്ത് വരികയാണ്. അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കും. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കടന്ന കേസ് CBIയിൽ വരികയാണ്. മുണ്ടക്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ ജസ്ന തിരിച്ചെത്തിയില്ല എന്നും കാട്ടി പിതാവ് ജെയിംസ് നൽകിയ പരാതിയിലാണ് പോലീസ് ആദ്യം അന്വേഷണം ആരംഭിച്ചത്. ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചുച്ചിറ പോലീസ് അന്വേഷിച്ചു. ആകെയുള്ള പിടിവള്ളി CCTV ദൃശ്യങ്ങളായിരുന്നു. ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായി CCTVയിൽ കണ്ടിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. വെച്ചുച്ചിറ പോലീസിന് ശേഷം പെരുന്നാട് പോലീസും കേസ് അന്വേഷിച്ചു. തുമ്പില്ലാതെ മടങ്ങി. പിന്നീട് തിരുവല്ല DYSPയും അന്വേഷണ ചുമതല ഏറ്റെടുത്തു. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലിൽ കൂടുതലൊന്നും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടില്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് CBI അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനിടയിൽ അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന KG സൈമൺ ജസ്നയുടെ വെച്ചുച്ചിറയിലെ വീട്ടിൽ സന്ദർശനം നടത്തി പോസിറ്റീവ് വാർത്തയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന സൂചന നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP ആയിരുന്ന ടോമിൻ തച്ചുംഗിരിയും ജസ്നയെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ കിട്ടിയെന്ന സൂചന നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. CBIയുടെ ഇപ്പോഴത്തെ അന്വേഷണം ഏതെങ്കിലും തുമ്പിൽ കൊണ്ടെത്തിക്കുമോ എന്ന് കണ്ടറിയാം.